എല്ലാവർക്കും യാത്രയുടെ പുതിയൊരു ദിവസത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പത്താൻകോട്ടയിൽ നിന്ന് ജയ്പൂർക്ക് പോവുകയാണ്. ഏകദേശം 600 കിലോമീറ്റർ മിച്ചമുണ്ട്. എത്താൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയിലാണ് യാത്ര തുടങ്ങിയേക്കുന്നത്. ഇപ്പോൾ സമയം 10 മണിയായി. ഞങ്ങളിന്നലെ കുറച്ചും കൂടെ മുന്നോട്ട് പോയി ലുധിയാനയിലൊക്കെ കിടക്കണമെന്നുള്ള പ്ലാനിലാണ് വന്നത്. പക്ഷേ ഞങ്ങൾ പത്താൻകോട്ട് എത്തിയപ്പം ചാർജ് ചെയ്യണമായിരുന്നു. ഞങ്ങൾ ചാർജ് ചെയ്യാൻ നോക്കിയപ്പം കുറേ പ്രാവശ്യം കറണ്ട് പോയി. പിന്നെ കസ്റ്റമർ കെയറിലൊക്കെ വിളിച്ചിട്ടാണ് ആ ടാറ്റാ പവറിൻ്റെ അത് ശരിയായത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരുപാട് ലേറ്റ് ആയി. പിന്നെ ഞങ്ങൾ പത്താൻകോട്ട് തന്നെയുള്ള YPS ഹോട്ടൽ YPS, അത് പത്താൻകോട്ട് നമ്മൾ ഡൗൺ ടൗൺ 44 നിന്ന് ഏകദേശം ഒരു 9 കിലോമീറ്റർ ടൗണിലോട്ട് വരണം. നല്ല ഹോട്ടലായിരുന്നു, നല്ലൊരു ബിസിനസ് ക്ലാസ് ഹോട്ടലാണ്. 2100 രൂപയ്ക്ക് കിട്ടി. സ്റ്റേയും എല്ലാം കംഫർട്ടബിളായിരുന്നു, ഒരു കുഴപ്പമില്ല. ഞങ്ങൾ 10:15 അവിടെ നിന്ന് ഇറങ്ങിയത്, കുറച്ച് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി. അപ്പം അതുപോലെ തന്നെ ഇന്നലെ രാത്രിയിൽ ഒരു പണി കിട്ടിയാൽ ദൈവാനുഗ്രഹം കൊണ്ട് നമ്മുടെ വണ്ടി ചാടിക്കയറി പോന്നു. വേറെ ഒന്നുമല്ല, ഞങ്ങൾ മാപ്പ് വഴി തെറ്റിച്ചു. ഞങ്ങളൊരു ഇടുങ്ങിയ വഴികളെ കയറി. അവിടെ ഒരു ഓടയുണ്ടായിരുന്നു. ഓട ഞാനും കണ്ടില്ല, മോനും കണ്ടില്ല. ഫ്രണ്ട് ടയർ ഓട വീഴാതെ അങ്ങ് പോയി, ബാക്ക് ടയർ ഒന്ന് ഓടയ്ക്കകത്ത് ഇറങ്ങിക്കും കയറി. ഏതായാലും കുഴപ്പങ്ങളൊന്നും പറ്റിയില്ല. അപ്പോൾ യാത്ര തുടരുന്നു. അത്യാവശ്യം രാവിലെ തന്നെ തിരക്കായി തുടങ്ങി. ടൗണിൽ 33 ഡിഗ്രി ചൂടുമുണ്ട് ഇപ്പം. അതേതായാലും കുറയില്ല, കൂടാനേ സാധ്യതയുള്ളൂ. ഞങ്ങളിപ്പം ടൗണിൽ നിന്ന് നേരെ നാഷണൽ ഹൈവേ 44 കയറി. ഇനിയും ജലന്ധർ, ലുധിയാന അങ്ങനെയാണ് പോകുന്നത്. സിംഗന്മാർക്കൊന്നും വണ്ടി അടിക്കുന്നതിലൊരു നോട്ടം ഇല്ലല്ലോ ഇവിടെ. അപ്പം ഒന്ന് കയറ്റിയാനല്ല. അപ്പം നമ്മളിപ്പോൾ ലുധിയാനയ്ക്കാണ് പോകുന്നത് ആദ്യം. ഇപ്പോൾ ജലന്ധർ കഴിഞ്ഞ് ലുധിയാന. അപ്പോൾ ഈ വഴി ഇനി ഒരു 61 കിലോമീറ്റർ കണ്ടിന്യൂസ് ഓടിയാലേ ഒരു തിരിവുള്ളൂ. ഇനിയും ജലന്ധർക്ക് 61 കിലോമീറ്ററും കൂടെ ഉണ്ട്. ഇവിടുന്ന് നേരെ പോവുകയാണെങ്കിൽ ഡൽഹി 436 കിലോമീറ്റർ. ഓണാക്കിയില്ലടാ. ഫിലിം പറപ്പിച്ചു, വെറുതെ ഒരാവശ്യമില്ലാതെ ഫിലിം പറപ്പിച്ചിട്ട് ഫൈനാന്ന് തോന്നുന്നു, അറിയത്തില്ല. ഇത് ഞങ്ങൾ യാത്രയുടെ ഇടയ്ക്ക് പഞ്ചാബ് പോലീസ് പിടിച്ചു. സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് കാണണമെന്ന് പറഞ്ഞ് എൻ്റെ സൈഡിലെ സ്റ്റിക്കർ പറിച്ച് കളഞ്ഞു. അത് രസം എന്നാന്ന് ചോദിച്ചാൽ, പോലീസ് വണ്ടിയെ സ്റ്റിക്കറും ഉണ്ട്, അവരുടെ മുഖത്ത് വെയിലടിക്കാൻ ഫ്രണ്ടിൽ സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് വെച്ചിട്ടുണ്ട്. ഒരു കഷ്ണം പോലെ ലോറിയിലൊക്കെ ഒട്ടിക്കുന്ന പോലെ. ഞാൻ പറഞ്ഞു ഇതൊക്കെയാണ് നാട്ടിൽ കിടക്കുന്നത്. അവർക്ക് എന്ത് വേണമല്ലോ പെറ്റി പിരിക്കാൻ വേണ്ടിയാ, അല്ലാതെ എനിക്ക് റെസിപ്റ്റ് ഒന്നും തന്നില്ല. 1000 രൂപ എൻ്റെ നിന്ന് മേടിച്ചു. യാത്രയുടെ ഇടയിൽ ഇതൊക്കെ യാത്രയുടെ ഇടയിൽ സ്വാഭാവികമാണ്. കേരള രജിസ്ട്രേഷൻ കണ്ടതിൻ്റെ ഒരു കുഴപ്പമേ ഉള്ളൂ. ഇവിടെ ഉള്ളവനാണെങ്കിൽ അവൻ ചോദ്യം ചെയ്യും, അതിനൊരു സംശയവും വേണ്ട. ആദ്യം 2500 പറഞ്ഞു. ഞാൻ പറഞ്ഞു സാറേ അത്രയും രൂപ തരാൻ കയ്യിലില്ല എന്ന് പറഞ്ഞു. ഉടനെ 1000 രൂപയ്ക്ക് കുറയ്ക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ കോടതിയിലോട്ട് വിടുമെന്ന് പറഞ്ഞു. ഇനി പുള്ളിങ്ങാനും കോടതിയിലോട്ട് വിട്ടാൽ പിന്നെ നമ്മൾ അതിൻ്റെ പുറകെ നടക്കണ്ടേ. 1000 രൂപ കൊടുത്ത് ഒഴിവായി. പുള്ളിയുടെ പോക്കറ്റിൽ കിടന്നു 1000 രൂപ, അല്ലാതെ വേറെ ഒന്നും സംഭവിച്ചിട്ടില്ല. എങ്ങനെ ഏത് വഴി ഒരു രീതിയിലും ആൾക്കാർ മര്യാദയ്ക്ക് ജീവിക്കണമെന്ന് ഒരു സംവിധാനങ്ങൾക്കും താല്പര്യമില്ല. അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എൻ്റെ സൈഡിലെ സ്റ്റിക്കർ വലിച്ചു പറിച്ച് കളഞ്ഞുകൊണ്ട് പോയി. പുള്ളിയുടെ വണ്ടി പോലീസ് വണ്ടിയെ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. അതാണ് ഏറ്റവും വലിയ തമാശ. ഭയങ്കര തമാശയാണ്. പോലീസ് വണ്ടിയെ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്, എന്നിട്ട് നമ്മുടെ വണ്ടിയിലെ പറിക്കുക. സൈഡിൽ കർട്ടൻ ഇട്ടുന്നതിന് അവർക്ക് പ്രശ്നമില്ലെന്ന്. ഞാൻ പറഞ്ഞു സാറേ കർട്ടൻ ചൂട് കാരണത്തിന് വേണ്ടിയാ, കർട്ടൻ ഇട്ടുന്നൊരു പ്രശ്നമില്ല, ഇത് വെക്കുന്നതിനാ പ്രശ്നമാണ്. എങ്ങനെയുണ്ട്? ഇതൊക്കെ യാത്രയുടെ ഒരു ഭാഗമായിട്ട് അങ്ങ് കരുതി ആ ത്രില്ലങ്ങ് എടുത്ത് മുമ്പോട്ട് പോകുക, അല്ലാതെ വേറെ ഒന്നും ചെയ്യാനില്ല. ഞങ്ങളങ്ങനെ ജയ്പൂർ ലക്ഷ്യമാക്കി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഏകദേശം 470 കിലോമീറ്ററും കൂടെ ഉണ്ട് ജയ്പൂർ. ചൂടെന്നൊക്കെ പറഞ്ഞുണ്ടല്ലോ, 1.5 ചൂടാ. ലയിൽ പോയതിൻ്റെ സകല കെടുതി മാറി. ചാർജ് ചെയ്യാണ്ടാണെങ്കിൽ ഒരു മരത്തണൽ പോലും ഇല്ലാത്ത സ്ഥലങ്ങൾ.
37 ഉള്ളു. പക്ഷെ 37 കാലാവസ്ഥയൊന്നും അല്ല പുറത്ത്. 37 എന്ന് പറഞ്ഞാൽ ഇവിടെ കരിയുക. 37 അവസ്ഥ ഇത്. അപ്പൊ 47 മുംബൈയിലെ കാര്യമൊക്കെ എന്നതായിരിക്കും? ജയ്പൂർ 47 ഇന്നലെ പോയ പുള്ളി പറഞ്ഞു. നമ്മുടെ സൺഫിലിം വലിച്ചു കയറുന്നതിന്റെ 4 ശുഷ്കാന്തി കാണിച്ചാൽ മതി, ഈ നാട് വേസ്റ്റ് കൊണ്ട് മൂടാതിരിക്കും. അതുപോലെയാണ് വേസ്റ്റ് വാരി ഇട്ടേക്കുന്നത്. അല്ലടാ മത? ഈ എന്ത് വേസ്റ്റ്, എല്ലായിടത്തും വേസ്റ്റ് കൂട്ടിയിട്ടേക്കെ, എല്ലായിടത്തും. അതെല്ലാം കൂടെ കിടന്ന് ചീഞ്ഞിട്ട് പഞ്ചാബിൽ എന്നാ നാറ്റമാണെന്നറിയോ? എല്ലാ ടൗണിന്റെ നടുക്കാണ് ഒരു വേസ്റ്റ് കൊണ്ടിട്ടേക്കുന്നുള്ളതാണേ. അതെ അതെ അതെ. ഇപ്പം നമ്മൾ കയറാൻ പോകുന്ന എക്സ്പ്രസ് ഹൈവേ ആണ്, NE5 എന്ന് പറഞ്ഞ എക്സ്പ്രസ് ഹൈവേ. ഇതെൻ്റെ ഒരു അറിവിൽ വളരെ തിരക്ക് കുറഞ്ഞ ഒരു എക്സ്പ്രസ് ഹൈവേ ആണ്. ഇനി എൻ്റെ അറിവ് തെറ്റാണെങ്കിൽ ആളായിക്കോളും, പേടിക്കണ്ട. ഇത് ഞാനൊരു വീഡിയോയ്ക്കകത്ത് പറയുന്നത് കേട്ടതാണ്, പക്ഷേ ഇപ്പം കയറി കഴിഞ്ഞപ്പോൾ അത് ശരിയാണ്. ഇപ്പം ആകെ 2 വണ്ടി നമ്മൾ കയറിയിട്ട് പോയി മുമ്പിലോട്ട് പോയി കണ്ടുള്ളൂ. ഭയങ്കര തിരക്ക് കുറവാണ്, ഭയങ്കര തിരക്ക് കുറവാണ്. ഒരു വണ്ടി 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 NE5 ജസ്റ്റ് നമ്മുടെ പുറകിലുണ്ടായിരുന്നൊരു വണ്ടി അപകടത്തിൽപ്പെട്ടതാണ്. എന്തോ ഒരു ദൈവാനുഗ്രഹമുള്ളൊരു മനുഷ്യനാണ്. അവിടുന്ന് ഇടിച്ചിതിനകത്തൂടെ വന്ന് അവിടെ ഒരു കനാലുണ്ട്, കനാൽ ചാടി അപ്പുറത്തെ സൈഡിൽ പോയി വണ്ടി. നല്ല പരിക്ക. ഇതുവഴി വന്ന് इधर से आया. നമുക്കൊരു 6.5 കിലോമീറ്റർ കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ചാർജിങ് സ്റ്റേഷനിലോട്ട് ഇറങ്ങാറാവും. 5 കിലോമീറ്റർ കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലോട്ട് സർവീസ് റോഡിലോട്ട് പോകണം. അതിൻ്റെ സൈഡിൽ തന്നെയാണ് ചാർജിങ് സ്റ്റേഷനും. ഈ വഴിയിലുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആൾ വളരെ കുറവാണ്, വണ്ടിയൊന്നും ഇല്ല. ഇടയ്ക്കൊക്കെ ഒരു 3-4 വണ്ടി ഒരുമിച്ച് പോകുന്നതെന്നുള്ളതല്ലാതെ നമുക്ക് ഈ വഴി തന്നെയാണ് ഇനി മുന്നോട്ടും പോകേണ്ടത്. അതുകൊണ്ട് ഇത് ഈ വഴി എത്ര സേഫ് ആണെന്നൊന്നും അറിയത്തില്ല.
ഇവിടെ ഓടിക്കുമ്പോൾ നമ്മൾ നല്ല സൂക്ഷിച്ച് ഓടിക്കണം. കാരണം പുറകിൽ നിന്ന് വരുന്നവന് ഉറങ്ങിയാണോ വരുന്നതല്ല എന്നൊന്നും അറിയത്തില്ല. അതുപോലെ പറന്ന എല്ലാവരും വരുന്നത്. അതുകൊണ്ട് അതെങ്ങനെയാവുമെന്നോ ഒന്നും അറിയത്തില്ല. ഇവിടെ സൈഡിലെല്ലാം 2 സൈഡിലും കൃഷിയാണ്. ഞങ്ങൾ ചാർജ് ചെയ്യാൻ വേണ്ടി നാഷണൽ എക്സ്പ്രസ് വേ 5 നിന്ന് അംബാല റൂട്ടിലൊന്ന് ഇറങ്ങി. അത് കഴിഞ്ഞ് ഇപ്പം വീണ്ടും നാഷണൽ എക്സ്പ്രസ് വേ 5 വീണ്ടും കയറി. എന്നിട്ട് ഞങ്ങളിനി നേരെ ജയ്പൂർ ലക്ഷ്യമാക്കിയാണ് പോകുന്നത്. ഈ ഹൈവേ കൂടെ രാത്രി സഞ്ചരിക്കുന്നത് അത്ര നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. വേറെ ഒന്നും കൊണ്ടല്ല, വണ്ടികൾ വളരെ കുറവാണ്. പലരും 100-120 കിലോമീറ്ററാണ് ഈ ഹൈവേയിലെ സ്പീഡ്. പക്ഷേ ആൾക്കാർ ഉറങ്ങിയാണോ വരുന്നതില്ലെന്ന് നമുക്കറിയാൻ പറ്റില്ല. അപകടം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഞങ്ങളിത് ചിലപ്പോഴാണെങ്കിൽ എവിടെയെങ്കിലും റൂം എടുത്ത് സെറ്റിൽ ചെയ്യണം, അല്ലെങ്കിൽ ഓടിക്കണം. എവിടം വരെ ഓടിക്കണം എന്നുള്ളത് തീരുമാനിച്ചില്ല. ഇനി ഒരു 29 കിലോമീറ്റർ കഴിയുമ്പോൾ ഞങ്ങൾക്ക് ഒരു ലെഫ്റ്റ് എടുക്കണം. അതുപോലെ നമുക്ക് നാഷണൽ ഹൈവേ വെച്ച് ഒരു ആക്സിഡൻറ്റോ വേറെ എന്ത് ആവശ്യം വന്നാലും 1033 നമ്മൾ വിളിക്കുക. നമ്മുടെ ലൊക്കേഷൻ അയച്ചു കൊടുക്കുക. അവർ നമ്മളെ വന്ന് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് അതൊന്നും ഓർത്ത് ആരും ടെൻഷൻ അടിക്കേണ്ട. ഏത് രാത്രിയിലാണെങ്കിലും എപ്പോഴാണെങ്കിലും നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. അവർ നമ്മുടെ സേവനത്തിന് വരുന്നതായിരിക്കും. 1033.